ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ മാസമാണ് ഡ്യൂറൻഡ് കപ്പിന് തുടക്കമാവുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്നലെ വന്നിട്ടുണ്ട്. പങ്കെടുക്കുന്ന ടീമുകളുടെ ഒരു ലിസ്റ്റ് പുറത്തേക്ക് വന്നു, ഗ്രൂപ്പുകൾ പുറത്തേക്ക് വന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണത്തെ ഡ്യൂറൻഡ് കപ്പിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ഒഫീഷ്യലായിക്കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഡ്യൂറൻഡ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരുന്നില്ല. ഇത്തവണയും ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നില്ല എന്ന നിരാശാജനകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഈ മാസം 25-ാം തീയതി മുതൽ ഓഗസ്റ്റ് 23-ാം തീയതി വരെയാണ് ഡ്യൂറൻഡ് കപ്പ് നടക്കുക. 5 നഗരങ്ങളിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ഡ്യൂറൻഡ് കപ്പ് അരങ്ങേറുന്നത്. കൊൽക്കത്ത, റാഞ്ചി, ഇംഫാൽ, ഷില്ലോങ്, ഗുവാഹത്തി, ഈ 5 നഗരങ്ങളിൽ വെച്ചുകൊണ്ടാണ് ഡ്യൂറൻഡ് കപ്പ് നടക്കുക. 135-ാമത്തെ എഡിഷനാണ് ഇത്. ഇനി ഫൈനൽ മത്സരം ഓഗസ്റ്റ് 23-ാം തീയതി കൊൽക്കത്തയിൽ വെച്ചുകൊണ്ടാണ് നടക്കുക. 24 ടീമുകളാണ് ഇത്തവണത്തെ ഡ്യൂറൻഡ് കപ്പിൽ പങ്കെടുക്കുന്നത്. 7 ടീമുകൾ ആദ്യമായി കൊണ്ടാണ് ഡ്യൂറൻഡ് കപ്പിൽ ഇപ്പോൾ കളിക്കുന്നത്. അവരുടെ അരങ്ങേറ്റമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി ISL ക്ലബ്ബുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗ്രൂപ്പ് എയിൽ ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ബിയിലാണ് മുഹമ്മദൻ SC വരുന്നത്. അവരിപ്പോൾ ISLൽ നിന്നും തരം താഴ്ത്തപ്പെട്ടിട്ടുണ്ട്. ഗ്രൂപ്പ് സിയിൽ SC ഡൽഹിയും ജംഷഡ്പൂർ FCയും ഇടം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിയിൽ ISL ക്ലബ്ബുകൾ ആരുമില്ല. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഇയിൽ ISL ക്ലബ്ബുകൾ ഇല്ല, മറിച്ച് ഷില്ലോങ്, ലജോങ് അവിടെ വരുന്നു. ഗ്രൂപ്പ് എഫിലാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഉള്ളത്. ഇത്രയും ISL ക്ലബ്ബുകൾ മാത്രമാണ് ഇത്തവണത്തെ ഡ്യൂറൻഡ് കപ്പിൽ പങ്കെടുക്കുന്നത്. ബാക്കിയുള്ള എല്ലാവരും അതിൽ നിന്നും പിൻവാങ്ങി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള ഒരു മത്സരം ഡ്യൂറൻഡ് കപ്പിൽ നടക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീണ്ടും കാണാം.